സംസ്ഥാനങ്ങളിൽ അവരുടെ സ്വാധീന മേഖലകളിൽ ഉള്ള യഥാർത്ഥത്തിലുള്ളൊരു സ്ഥിതിവിശേഷമാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒരു സേഫായിട്ടുള്ള സഞ്ചാരം അതൊക്കെ ഇന്ത്യയെ പോലുള്ള ഒരു മതേതര രാജ്യത്ത് ഇന്നിപ്പോൾ അത്ര സേഫ് അല്ല എന്ന സ്ഥിതി വന്നിരിക്കുന്നു. അവിടെയൊക്കെ ചെന്ന് വണ്ടിയിലൊക്കെ പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ വേഷഭൂഷാദികളൊക്കെ നോക്കി ഇത് കണ്ടാൽ രോഷം വരുന്ന ആളുകൾ, അങ്ങനെയുള്ള ആൾക്കൂട്ടങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ അവർക്കനുസരിച്ച് നിൽക്കുന്ന ഭരണകൂടങ്ങളും എന്നാണ് ഈ ഛത്തീസ്ഗഡിലുണ്ടായ സംഭവം കാണിക്കുന്നത്. ഇന്ത്യയിൽ മതേതര വിശ്വാസികളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഐ വാഷിങ്ങിന് വേണ്ടി BJP എന്ത് പറഞ്ഞാലും ശരി, അവരുടെ യഥാർത്ഥത്തിലുള്ള നിലപാട്, കയ്യിരിപ്പ് ഇതാണ്. ഇത് നാളെ എല്ലാ മതേതര വിശ്വാസികൾക്കും അപകടകരമായ ഒരു സ്ഥിതിയാണ്. ഇതാണ് വർഗീയവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാവുന്ന സാഹചര്യം. ഇവിടെ സംഭവിച്ചത് അതാണല്ലോ. വേഷം കണ്ട് ഉടനെ അവരെ സംശയിക്കുകയാണ്. സത്യത്തിൽ അങ്ങനൊന്നുമില്ല എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. ഉടനെ തന്നെ അറസ്റ്റായി, കസ്റ്റഡിയിൽ വെക്കലായി, ഈ കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ എന്ത് പറഞ്ഞാലും ശരി, രാജ്യത്തെ മതേതര സാഹചര്യത്തിന് ഭീഷണി ഉയർത്തുന്ന സംഭവവികാസങ്ങളാണ് ഇതൊക്കെ. അതിപ്പോൾ വളരെ ശക്തമായി നമ്മുടെ പല രാജ്യങ്ങളിലും പല സംസ്ഥാനങ്ങളിലും ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഞങ്ങൾ അതിനെ ശക്തമായി അപലപിക്കുകയാണ്. സമീപകാലത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രസ്താവനകളിൽ വർഗീയത കലർത്തുന്നു, അതുപോലെ തന്നെ പാഠ്യ പദ്ധതികളിൽ വർഗീയത കലർത്തുന്നു. രാഷ്ട്രീയ വിമർശനങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം, പക്ഷേ വളരെ പച്ചക്ക് വർഗീയത വിളിച്ചു പറയാൻ ഒരു മടിയില്ലാത്ത സ്ഥിതി കേരളത്തിൽ പോലും അതിന്ന് ഒരു പതിവ് രീതിയായി മാറുന്നു. എന്തുമാത്രം സമൂഹത്തിൻ്റെ സുഗമമായ നിലനിൽപ്പിന് തന്നെ ഇത് അപകടമാണ് എന്നുള്ളത് എല്ലാ മതേതര വിശ്വാസികളും ഇറസ്പെക്റ്റീവ് ഓഫ് സമുദായത്തിനും മതത്തിനും ഒക്കെ അതീതമായി എല്ലാവരും തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെച്ച സംഭവം. അതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത് നമുക്ക് സംസ്ഥാനങ്ങളിലൂടെ നോക്കിയാൽ ഇതിപ്പോൾ വാർത്തയിൽ വന്ന കാര്യം, വാർത്തയിൽ വരാത്ത UP-യിൽ മറ്റു പല സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഒരുപാടുണ്ട്. അനുദിനം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ. നമ്മുടെ മതേതര പാരമ്പര്യമൊക്കെ അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് ഈ പരസ്യമായി വലിയ വർഗീയത ഒക്കെ പ്രസംഗത്തിലും പ്രസ്താവനയിലുമൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ കാരണമൊക്കെ ഇതാണ്. ഇന്നിപ്പോൾ ഇതിനൊക്കെ ഒരു പ്രൊട്ടക്ഷൻ അതുപോലെയാണ് വന്നിരിക്കുന്നത്. കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ചിരുന്ന കാലത്ത്, മതേതര പാർട്ടികൾ ഈ രാജ്യം ഭരിച്ചിരുന്ന കാലത്ത് കേട്ടുകളില്ലാത്ത സംഗതികളാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ. ഇതിനെ ഞങ്ങൾ ശക്തിയായി അപലപിക്കുകയാണ്. എല്ലാവരും അതിനുവേണ്ടി രംഗത്ത് വരണം എന്നുള്ള നിലയിൽ അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനാണ് ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നത്. അതിനാണ് നമ്മൾ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് ഒരു ഫാക്റ്റാണ്. അത് രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഇന്ത്യയിൽ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. അതിൻ്റെ മറ്റൊരു വെർഷനാണ് ഇപ്പം നമ്മൾ ഈ കണ്ടത്.
അത് ഇന്ന് ഒരു കൂട്ടർക്കെതിരായി നാളെ അത് മറ്റൊരു കൂട്ടർക്കെതിരാവും. അത് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും എതിരായും ആവും, എല്ലാ വിഭാഗങ്ങൾക്കും എതിരാവും. അത് ലോകം മുഴുവൻ അങ്ങനെയാണല്ലോ കണ്ടിട്ടുള്ളത്. ഈ വക ആശയങ്ങളുടെ ഒരു രീതി അത് തന്നെയാണ്. ഈ സിസ്റ്റർ മാർക്കറ്റിൽ ഇപ്പോൾ ഈ മതപരിവർത്തന നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകൾ ഉപയോഗിക്കുന്നത്, അപ്പോൾ ജാമ്യം പോലും ലഭിക്കാത്ത സാധനം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതാണ് മതപരിവർത്തനം നടത്തിയോ ഇല്ലേ എന്നൊന്നും പരിശോധന ഇല്ലല്ലോ. വേഷം കണ്ടിട്ടാണ് ഇവിടെ എന്നാൽ ഇത് അതിന് തന്നെ ആയിരിക്കും. അതാണ് ഏറ്റവും വലിയ അപകടം. അതാണ് അല്ല, അത് അവരുടെ സ്വാധീനമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മൾ എടുത്തു നോക്കുകയാണെന്നെങ്കിൽ ഈ പ്രശ്നങ്ങളുണ്ടല്ലോ. സ്വാധീനം ഇല്ലാത്തോട്ട് സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ പറയുന്നതാണ് എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. സ്വാധീനമില്ലാത്ത സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളാണ് എന്നിപ്പോൾ പറയുന്നു എന്നേ ഉള്ളൂ. സ്വാധീനമുള്ളിടത്ത് അവരുടെ മേഖലകളിൽ എന്ത് നടക്കുന്നു എന്നുള്ളതാണ് പ്രസക്തമായിരിക്കുന്നത്. അതിപ്പോൾ ഛത്തീസ്ഗഡിൽ മാത്രമല്ലല്ലോ, പല സംസ്ഥാനങ്ങളും നമ്മൾ കാണുന്നില്ല. അവരുടെ സ്വാധീന മേഖലകളിൽ മറ്റുള്ളവർ സേഫ് അല്ല. നാളെ അവിടെ അവർക്ക് സ്വാധീനം ഇല്ലാത്ത ഏത് സ്റ്റേറ്റിലായാലും കേരളത്തിലായാലും എവിടെയായാലും ഉണ്ടാകാൻ പോകുന്നത് ഇതായിരിക്കും. സാമാന്യ ബുദ്ധിയുള്ള ആർക്കും അത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ പറയേണ്ടതിൻ്റെ ഒരു ആവശ്യം ഇപ്പോൾ കേരളത്തിലുണ്ട്. നേരെ മറിച്ച് അവിടെയുള്ള നേതാക്കന്മാരാരെങ്കിലും അത് പറയുമോ? അപ്പോൾ എന്നാൽ പിന്നെ നമുക്കൊരു ഗുണമുണ്ടായിരുന്നു. അറസ്റ്റ് ചെയ്ത സംസ്ഥാനങ്ങളിൽ ആരെങ്കിലും ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് എന്നും പറഞ്ഞ് അവരെ രക്ഷിക്കാൻ വന്നാൽ നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ ആവശ്യമില്ലാത്ത കേരളത്തിൽ ഇത് പറഞ്ഞതിൽ എന്താ പ്രസക്തിയുള്ളത്? അപ്പോൾ അത് സ്വാധീനം ഇല്ലാത്തതുകൊണ്ട് സ്വാധീനം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരടവ് എന്നുള്ളതിൽ കഴിഞ്ഞാൽ അതിന് യാതൊരു പ്രാധാന്യവും ഇല്ല എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, ഇത് ഇപ്പോഴത്തെ ഇവിടെ സംസ്ഥാനം ഭരിക്കുന്ന ആ ഗവൺമെൻറ്റിനോട് എല്ലാവരും പറയുന്നുണ്ട് ഈ കാര്യങ്ങൾ. ഇതിനെയൊന്നും പ്രോത്സാഹിപ്പിക്കരുത്. ഈ സാഹചര്യം വളരെ ഗൗരവപൂർവ്വം കണക്കിലെടുത്ത് കൈകാര്യം ചെയ്യേണ്ടതാണ് എന്ന് സംസ്ഥാന ഗവൺമെൻറ്, അതുപോലെ തന്നെ സംസ്ഥാനം ഭരിക്കുന്ന മുന്നണി അവർ ശ്രദ്ധിക്കേണ്ടതാണ് ഈ കാര്യം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.